അതിൻ്റെ 14-ാമത്തെ 15-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായത്തിന്റെ 14-15 വാക്യം. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്തിലെ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിൽ എല്ലാവർക്കും പ്രകാശിക്കുന്നു. നമ്മളെ ഒരു വിശുദ്ധ സഭായോഗത്തിന് ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വചനമാണ് ഇപ്പൊ നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, വിളക്ക് കത്തിച്ച് ആരും പറയും കീഴിലോ കട്ടിക്കീഴിലോ വെക്കുവാറുണ്ടോ? എന്നാൽ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടത് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട ആ വെളിച്ചത്തെ കുറിച്ചാണ്, ആ വിളക്കിന്റെ ഉപയോഗത്തെ കുറിച്ച്, ആ വെളിച്ചത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഒരു ഭാഗം നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആ വെളിച്ചത്തെ കുറിച്ച് അപ്പസ്തലനായ യോഹന്നാൻ പറയുന്നൊരു വേദഭാഗമാണ് നാം ചിന്തിപ്പാനിടയായി. അത് വായിക്കാമല്ലോ. 1 ജോൺ അതിന്റെ 2-ാം അധ്യായത്തിന്റെ അതേ സ്തോത്രം 8 മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ, 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യോഹന്നാൻ എന്താണ് ആ വെളിച്ചത്തെ കുറിച്ച് പറയുന്നെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യം, ആ വേദഭാഗം ഒന്ന് വായിക്കുമോ? പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പന ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന എത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങൾ സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പാക്കുകയും ചെയ്തു ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. സഹോദരനെ പാക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ആ വെളിച്ചത്തെ കുറിച്ച് ഓർപ്പിക്കുക. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം ഇന്നയോളം എവിടെ ഇരിക്കുന്നു? ഇരുട്ടിലിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ വെളിച്ചമെന്ന് അർത്ഥമാക്കുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചാണ്. യോഹന്നാൻ തന്നെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ. വായിക്കാം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ആ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവ വൈദ്യനോട് പറയുകയാണ്, നിങ്ങൾ സഹോദരനെ പകയ്ക്കുന്നെങ്കിൽ ഇരുട്ടിലിരിക്കുക. അപ്പൊ നമുക്ക് തമ്മിൽ പകയ്ക്കാനായിട്ട് വചനമില്ല കേട്ടോ, സ്നേഹിക്കാൻ വചനമാണ്. ഹല്ലേലൂയ. അതാ കർത്താവിന്റെ വചനത്തിൽ ഓർപ്പിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പകയ്ക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവ് സ്നേഹമാണ്. അപ്പൊ നാം തമ്മിൽ എന്ത് ചെയ്യണമെന്നാ? സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ്. നമുക്കത് ഭാരമായി തോന്നരുത്. അപ്പോസ്തലനായ യോഹന്നാൻ അതിനെക്കുറിച്ച് തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. വായിക്കുമോ? അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ വാക്യം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. പിന്നെ അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകൾ എന്തല്ല? ഭാരമുള്ളവരല്ല. എന്താ അർത്ഥമാക്കിക്കൊണ്ടാ, എന്തുദ്ദേശിച്ചുകൊണ്ടാ യോഹന്നാൻ അപ്പോസ്തലൻ അത് ഓർപ്പിക്കുന്നത്? അതിന്റെ 5-ന്റെ 1 തൊട്ട് വായിച്ചാട്ട്. യേശുവിനെ ക്രിസ്തു എന്ന് ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരു ലക്ഷണം കൂടാണ് നാം അവനിൽ നിന്ന് ജനിച്ചവരെ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞ കൽപ്പനയാ. അപ്പൊ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആരെയും സ്നേഹിക്കുന്നില്ല? ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ല. അതാ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സഹോദരനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിപ്പാനിടയായി. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിന്റെ അതേ സ്തോത്രം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ,
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നത് പകയ്ക്കുകയും ചെയ്താൽ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവകിൽ നിന്നാ ലഭിച്ചിരിക്കുന്നു. അപ്പോ കർത്താവിൽ നിന്ന് കെട്ടിയിരിക്കുന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ. ഇത് യോഹന്നാൻ പറയാം, ഇത് പഴയ കൽപ്പന തന്നെയാ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. പഴയത് തന്നെയാ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പന. ഒരിക്കലും ഇത് പറഞ്ഞപ്പോ ഒരു ശാസ്ത്രി, ഒരു വിദഗ്ധൻ കർത്താവിനോട് ചോദിച്ചു, ആരാ എന്റെ അയൽക്കാരൻ? അല്ലേ, സ്നേഹിക്കാൻ പറ്റിയ ആരാ? ഞാൻ ചോദിക്കട്ടെ, പുള്ളി മരുഭൂമി വല്ലമായിരുന്നു? അയൽവക്കത്ത് ആരാ? നോ. എന്റെ അയൽക്കാരൻ ആരാ? കർത്താവിനാണോ ചോദിക്കുന്നത് എന്റെ അയൽക്കാരൻ ആരാന്ന്? അപ്പൊ കർത്താവ് അതിന് ആരാ അയൽക്കാരൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. അയൽക്കാരന് ആരാന്ന് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. നിന്റെ വീടിന് അടുത്തുള്ളവരാണെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്, അല്ലേ? ഇന്ന ആളാണെന്നും അല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ ആരാ അയൽക്കാരൻ? ഈശ്വരനോട്. ദൈവം ചെയ്ത് നമ്മുടെ അടുത്തൊക്കെ താമസിക്കുന്നവരല്ല അയൽക്കാരാ കേട്ടോ, അതല്ലേ പറഞ്ഞത്. ഇവിടെ കർത്താവ് പറഞ്ഞു കൊടുത്ത എന്നാന്നറിയാമോ? ഒരു മനുഷ്യന് യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അർദ്ധപ്രാണനായി അവനെ കള്ളന്മാർ ഇട്ടേച്ചു പോയി, മുറിവേൽപ്പിച്ചു. എന്നാൽ ഈ മനുഷ്യനെ കടന്ന് പുരോഹിതൻ പോയി, ലേവ്യൻ പോയി, ഇവരാരും ഇദ്ദേഹത്തെ തിരിഞ്ഞെന്ത് ചെയ്തില്ല, നോക്കിയില്ല. സമയത്തിന്റെ തിരക്കുകൊണ്ടായിരിക്കാം, എന്താന്നറിയത്തില്ല. കർത്താവ് പറഞ്ഞു ഇവരാരും അവനെ എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഒരു ശമരിയാക്കാരൻ ഇദ്ദേഹത്തെ കണ്ടു. വാസ്തവത്തിൽ യഹൂദന്മാരോട് ബന്ധപ്പെട്ടവരാ പുരോഹിതന്മാരും പിന്നെ ആര്, ലേവ്യനും ഒക്കെ. ഹല്ലേലൂയ. ശമര്യന് ഇവരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാത്തവരാ. വാസ്തവത്തിൽ തിരിഞ്ഞു നോക്കാതിരിക്കേണ്ടത് ആരാ? ശമര്യനാ. പക്ഷെ കർത്താവ് എടുത്തു കാട്ടുന്നത് ശമര്യനാ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഈ പോകുമ്പോൾ ഈ മുറിവേറ്റി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവന്റെ ആ കഴുതപ്പുറത്തു നിന്ന്, വാഹനമൃഗത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ മുറിവ് കഴുകി തന്റെ പക്കലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയൊക്കെ പകർന്ന് ആ മുറിവ് കെട്ടി അടുത്തുള്ള ഇന്നിൽ ഒരു സത്രത്തിൽ കൊണ്ട് അദ്ദേഹത്തെ ആക്കി. പിന്നെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ വല്ലതും ഒക്കെ ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോ എന്ത് ചെയ്തേക്കാം, തന്നോളാന്ന് പറഞ്ഞു. കർത്താവ് എന്നിട്ട് ചോദിച്ചു, ഇവരിൽ ആരാ ഇവൻ സ്നേഹിതനായി തീർന്നത്? സ്വാഭാവികമായിട്ട് ആരായിരിക്കും സ്നേഹിതനായി മാറുന്നത്? തന്റെ ആവശ്യത്തിൽ സഹായിച്ചവൻ ഓട്ടോമാറ്റിക്കായി ഇവൻ ആരായി മാറുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീയും അങ്ങനെ പോയി ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ അയൽക്കാരെ നോക്കി നടന്നാൽ കിട്ടത്തില്ല. നമ്മൾ ആരായി മാറണം? ഒരു ജീവനില്ലല്ലോ. നമ്മളതുകൊണ്ട് സഭയ്ക്കകത്ത് എന്നെ സ്നേഹിക്കുന്നവരില്ല, ആരും ഇല്ലെന്ന് പറയരുത്. നമ്മൾ ആരായി മാറണം? സ്നേഹിതന്മാരായി മാറണം. അപ്പൊ സഭയിലുള്ളവരെല്ലാരും ആരായിരിക്കും? ഇതാ നമ്മളെ കൊണ്ട് കഴിയാത്ത. അല്ലെ, നമ്മളെല്ലാം ഇങ്ങോട്ട് വന്ന് എണ്ണയും പകരണം, വീഞ്ഞും പകരണം, അല്ലേ? നമ്മളെ ചുമന്നോണ്ട് സത്രത്തിൽ കൊണ്ടാക്കണം, നമുക്ക് വേണ്ടി വല്ലതൊക്കെ ചെലവിടണം. എന്നാൽ അവരാരാവും? നമുക്കാർക്കും നമ്മുടെ കയ്യിലുള്ളത് പകരത്തില്ല, വീഞ്ഞും പകരത്തില്ല, തുണിയും പകരത്തില്ല. ഹല്ലേലൂയ. വാഹനമൃഗത്തിന്റെ ഇറങ്ങത്തുമില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ. നമ്മുടെ പുറകെ ആരും സ്നേഹിതരില്ലെന്ന് 4 പേര് കൊണ്ട് പറഞ്ഞോണ്ട് എന്ത് ചെയ്യും? ഞാൻ ഇന്ന് പറഞ്ഞു ചോദിച്ചു പോലട്ടെ, നാം വാസ്തവത്തിൽ ഒരു അയൽക്കാരനായി മാറുന്നു. നീ അങ്ങനെ പോയി ചെയ്യാനാ പറഞ്ഞത് കർത്താവ്, അല്ലാതെ അയൽക്കാരെ നോക്കി നടക്കാനല്ല പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലത്തെടുക്ക ശുശ്രൂഷ നിങ്ങളോട് പറഞ്ഞത് അറിയത്തില്ല, പറഞ്ഞ് കാണുമായിരിക്കണം. ഹല്ലേലൂയ. ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉദാഹരണമൊക്കെ സ്റ്റോക്ക് കുറയുമല്ലോ. എങ്കിലും അല്ലെങ്കിൽ ഈ ഒരിക്കൽ ഒരു സഹോദരി അവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുക. കാരണം ഈ സഹോദരിയുടെ ബന്ധു നാളുകൾക്ക് മുമ്പേ വിശ്വാസത്തിൽ വന്ന ആളാണ്. പക്ഷെ ആ പ്രവർത്തനത്തിൽ ഈ സഹോദരി ഈ കുടുംബവും വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈ സഹോദരിമാർ തമ്മില് സാധനം മേടിക്കാൻ പോയി. ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാളുകൾക്ക് മുമ്പേ ഉള്ള സഹോദരിയുടെ കയ്യിലെ വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഒന്ന് സഹായിക്കാനായിട്ട്
ഈ അടുത്ത കാലത്ത് വന്ന സഹോദരിയുടെ വീട് കഴിഞ്ഞോണം അവര് പോകാൻ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, അവിടെ വരെ കൊണ്ടുപോയി എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു ഈ സാധനം അവിടെ വരെ. പക്ഷേ അതേ സ്തോത്രം, ഈ ഒരു സംഭവം നടന്നു. പക്ഷെ ഒരിക്കൽ ചർച്ച വന്നിട്ട് എന്നോട് പറഞ്ഞത് എപ്പാർട്ട് സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കണം. നിങ്ങൾ പറയുന്ന പ്രസംഗിക്കാനല്ലല്ലോ ദൈവം, കർത്താവ് പറയുന്നത് പ്രസംഗിക്കാനല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം സ്നേഹത്തിന്റെ കാര്യം മെസ്സേജ് കൊടുക്കുന്നുണ്ട്. തന്നെയല്ല, എന്നും സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ചാൽ വിശ്വാസം ആര് പ്രസംഗിക്കും? എന്നും വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രത്യാശ ആരാ പറയുന്നത്? എന്നും വിശ്വാസവും പ്രത്യാശയും സ്നേഹം പറഞ്ഞുകൊണ്ടിരുന്ന മാനസാന്തരം ആരാ പറയുന്നത്? സ്നാനം ആരാ പറയുന്നത്? ഒരു ടോപ്പിക്ക് തന്നെ പറയാൻ വേണ്ടിയാണോ കർത്താവ് ആക്കി വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ ടോപ്പിക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എന്തോ ചെയ്യും? അപ്പം അവരവരുടെ ഇഷ്ടത്തിനും അതിന് നമുക്ക്, ഞാൻ പറഞ്ഞ സഹോദരി, നമുക്ക് വേറെ സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി നടത്താന്ന് പറഞ്ഞു സ്നേഹത്തെ കുറിച്ച്. ഹല്ലേലൂയ. പക്ഷെ കൂട്ടായ്മയുടെ നടുവിൽ കർത്താവ് പറയുന്നതാണ് ആലോചന അറിയിക്കുന്നത്. അതിനകത്ത് വരേണ്ടതെല്ലാം എന്ത് ചെയ്യും? ശ്രദ്ധിക്കാത്ത ആരുടെ കുഴപ്പം? ചോദിച്ചു പിടിച്ചപ്പോ വന്നപ്പോ എന്നാ വിഷയം എന്നറിയോ? പ്രശ്നം സ്നേഹത്തെ കുറിച്ച് കേൾക്കാനുള്ള കൊതിക്കൊന്നുമല്ല. ഈ സഹോദരിയുടെ വീട്ടിൽ അത് ആ വീട്ടുപടിക്ക വരെ സാധനം കൊണ്ടു ചെന്നപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തറിയോ? കൊണ്ടുവന്ന സഹോദരിയുടെ നിന്ന് സാധനം മേടിച്ചോണ്ട് ബൈ പറഞ്ഞ് അകത്തോട്ട് പോയി എന്നെ വീട്ടിലോട്ടൊന്ന് വിളിച്ചില്ല. അങ്ങനെയുണ്ട്. വീട്ടിനകത്തോട്ട് എന്ത് ചെയ്തില്ല? വിളിച്ചില്ല. അത്രേ ഉള്ളൂ. പാസ്റ്റർ എന്നാ പ്രസംഗിക്കണം? സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ ചിലർക്ക് ഇത് മതി. പക്ഷെ നാം ഇന്ന് രാത്രി വചനാടിസ്ഥാനത്തിൽ ശ്രദ്ധിച്ചോണം. ബിനു എന്നെ വില ചിരിക്കുന്നത്. വചനാടിസ്ഥാനത്തിൽ ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് ആളെ പോലും കാണുന്നവരെല്ലാം വീട്ടിലോട്ട് വിളിക്കരുത്. വിളിക്കണം. അത്യാവശ്യ കാര്യത്തിൽ എല്ലാം എന്ത് ചെയ്യണം? വിളിക്കണം. ചുമ്മാതെ ഇത് കേട്ടിട്ട് നീ നാളെ പോലെ വിളി തുടങ്ങരുത്. ആ കാര്യത്തിലല്ല, പരിജ്ഞാനം ഏറ്റെടുക്കണം. ഇവിടെ അർത്ഥമാക്കിയ കാര്യം കർത്താവ് പറയാ, നമ്മൾ ആരായി മാറണം? നമ്മളൊരു അയൽക്കാരനായി മാറണം. അയൽക്കാരനെ തേടി പോകാനായിട്ടല്ല. ക്രൈസ്തവരോട് ഹല്ലേലൂയ. എന്റെ ഭാഷ പറഞ്ഞാൽ, നമ്മളോട് ഒരാൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളത് സംസാരിക്കണം. അല്ലേ? നമ്മൾ കൈ തരുന്നില്ലെങ്കിൽ നമ്മളെന്ത് കൈ കൊടുക്കണം? ഹല്ലേലൂയ. നമ്മളതിനെ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് ചെല്ലാനാ കർത്താവ് പറയുന്നത്. നമ്മൾ സ്നേഹിതരായി മാറുക. അപ്പൊ ആ സ്നേഹത്തിന്റെ കാര്യം ഇന്ന് രാത്രി മറക്കരുത്. ഈ സ്നേഹം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ഈ സ്നേഹം, ഹല്ലേലൂയ, ഒന്ന് കത്താനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ദീപം എവിടെയാ കെട്ടിയിരിക്കുന്നെന്ന് വെച്ചാൽ അതിനെ നമുക്കൊന്ന് കത്തിക്കാം. പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്താൽ തീർച്ചയായിട്ടും കത്തുകയല്ലേ? തീർച്ചയായിട്ടും കത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും ദുഃഖിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അല്ലെങ്കിൽ അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അത് ദുഃഖിപ്പിക്കുക. കാരണം കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുന്നില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ആരാ? ദൈവത്തിന്റെ മക്കളാ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കാതിരിക്കുന്നില്ല. നിർബന്ധിക്കത്തില്ലേ? പകയ്ക്കാനാണോ ദൈവാത്മാവ് നിർബന്ധിക്കുന്നത്? നോ. ഹല്ലേലൂയ. ശരിയല്ലേ? ഹല്ലേലൂയ. ഒരിക്കലും പകയ്ക്കാൻ ദൈവാത്മാവ് നമ്മളെ നിർബന്ധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവ്. തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ദൈവാത്മാവ് നമ്മളെ എപ്പോഴും അങ്ങനെ നിർബന്ധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം അല്ലേ? ഹല്ലേലൂയ. അത് നമ്മൾ മറന്നു പോയേക്കരുത്. ഹല്ലേലൂയ. നിങ്ങള് ആ സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് പൗലോസ് അപ്പോസ്തലൻ ഫിലോമോനോട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാമല്ലോ. വായിക്കുമോ? സ്തോത്രം. ഫിലോമോൻ ലെറ്റർ, എപ്പിസ്റ്റൽ ഓഫ് ഫിലോമോൻ വായിക്കുമോ? അതിന്റെ 1-ാം അധ്യായത്തിന്റെ
6, 7 വാക്യങ്ങള് അതേ സ്തോത്രം ഒന്ന് വായിക്കുമോ? എന്റെ പ്രാർത്ഥന നിന്നെ ഓർത്ത് എപ്പോഴും സ്തോത്രം. പുതിയ നിയമത്തിൽ അത് 223 പുസ്തകം പേജ്, അത് ഫിലോമോൻ വായിച്ചോട്ടെ. എന്റെ പ്രാർത്ഥന നിന്നെ എപ്പോഴും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ സഹോദര നീ തണുപ്പിച്ചത് നിമിത്തം. കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ശബ്ദം എടുത്ത് വായിച്ച്. സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം. വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും. നിന്റെ സ്നേഹത്തിൽ എനിക്ക് എന്തുവാ? സന്തോഷവും, വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഓക്കെ, അപ്പൊ ഓർത്ത് വായിക്കേ. അദ്ദേഹം ഫിലോമോന് കത്തെഴുതുമ്പോ പേഴ്സണലായിട്ട് കത്തെഴുതുന്നതാണ്. ഫിലോമോന് വേണ്ടി പൗലോസ് എഴുതുന്ന ഒരു കത്ത ഫിലോമോൻ എഴുതിയ ലേഖനം. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു സഭയുണ്ട്. ഈ ഫിലോമോനോട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സഹോദര അതേ സ്തോത്രം, എന്താണെന്നറിയോ? വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് കൊണ്ട്, തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് എന്തുണ്ട്? സന്തോഷവും ആശ്വാസവും. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ ഹൃദയം എന്ത് ചെയ്യും? തണുപ്പിക്കും. ശരിയല്ലേ? നമ്മുടെ ഹൃദയം മറ്റുള്ളവരുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്ന അവസ്ഥയാകരുത്. തണുപ്പിക്കുന്ന അനുഭവം. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അങ്ങനെ ഒരു വാക്യമുണ്ട്. അത് ഞാൻ ഇന്ന് രാവിലെ അതൊക്കെ നോക്കി. എന്റെ ആ ഓർമ്മയിൽ അത് എവിടാന്ന് വരുന്നില്ല. ചിലർക്ക് അത് ഓർമ്മ കാണും. വാക്യം ഉണ്ടെന്നുള്ളത് ശരിയാണ് കേട്ടോ. തണുപ്പിക്കുന്നവന് എന്നാ കിട്ടുമെന്നാ? തണുപ്പ് കിട്ടും. എയർ കണ്ടീഷനിട്ട് തണുപ്പിക്കുന്ന കാര്യമല്ല. ചൂട് ഉള്ള സമയത്ത് കയറി വരുന്നോണ്ട് AC ഇട്ട് കൊടുത്ത് തണുപ്പിക്കുന്ന വിഷയമല്ല ഈ പറഞ്ഞത്. തണുപ്പിക്കുന്നവൻ എന്ത് കിട്ടും എന്ന് വെച്ചാൽ എന്റെ മറുഭാഗം ഒരു ധ്വനിയുണ്ട്. എന്നാ അറിയോ? വിതയ്ക്കുന്നത്. അപ്പൊ നമ്മൾ വല്ലവരുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിതച്ചത് തന്നെ എന്ത് ചെയ്യും? കൊയ്യും. അപ്പൊ ജഡത്തിൽ നമ്മൾ വിതയ്ക്കരുത്. പക്ഷെ സമാധാനത്തിൽ വിതച്ചാൽ സമാധാനത്തിൽ നിന്ന് ജീവൻ എന്ത് ചെയ്യും? അപ്പൊ വിതയ്ക്കുന്നത് സൂക്ഷിക്കണം. തണുപ്പിക്കുക. നിനക്ക് അത് നിന്റെ ആ സ്നേഹം ഓർത്തിട്ട് ആ സന്തോഷം നീ ആ സഹോദരന്മാരുടെ ഹൃദയം, വിശുദ്ധന്മാരുടെ ഹൃദയം, സഹോദരന്മാരുടെ നൽപിനാല വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് ഓർത്തിട്ട് എനിക്ക് എന്ത് വരുന്നുണ്ട്? സന്തോഷവും വായിച്ച് സന്തോഷം ആശ്വാസവും ഉണ്ടായി. ഹല്ലേലൂയ. എന്തിനാ ഫിലോമോനോട് ഇത് പറയുന്നതെന്നറിയാവോ? തന്റെ ഒരു അടിമ ഈ തന്നെ വിട്ടോടിപ്പോയി. ചരിത്രം പറയുന്ന അദ്ദേഹം എന്തോ വിളക്കുകാൽ ഓട്ടിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. അടിമയായിരിക്കുമ്പോൾ യജമാനൻ അവകാശപ്പെട്ടതാ. ഓടിപ്പോയാൽ ഇവൻ മരണത്തിന് വിധേയപ്പെട്ടവന്. ഓടിപ്പോയി പെട്ടത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. വന്ന് കിടന്ന കാരാഗ്രഹം പൗലോസിന്റെ കാരാഗ്രഹമാണ്. പൗലോസ് കിടന്നിടത്താണ്. പൗലോസ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒനോസിമോസിനെ അഡ്രസ് ചെയ്യുന്ന അവൻ എന്റെ മകനെന്നാ. എനിക്കും പ്രിയനാ, നിനക്കും പ്രിയനാ. എനിക്കും പ്രയോജനമുള്ളവനാ അവനും. ഫിലോമോനും ആരാ? പ്രയോജനമുള്ളവനാ. കാരണം ഫിലോമോന് ജഡപ്രകാരം അവകാശപ്പെട്ട ഒരു അടിമയാണ്. പക്ഷെ ഇദ്ദേഹം ക്രിസ്തുവിന്റെ അടിമയായി മാറിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തു നിമിത്തം പൗലോസിന് ഇവൻ പ്രയോജനമുള്ളവനാ. പക്ഷേ ലോകപ്രകാരം ഇവൻ ആർക്ക് അവകാശപ്പെട്ടതാ? ഫിലോമോന്. പക്ഷേ ഇദ്ദേഹം അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു. എങ്ങനെ ഞാൻ കാരാഗ്രഹത്തിൽ വന്നെന്നുള്ളത് പറഞ്ഞു. വന്നപ്പോൾ ഫിലോമോനുമായിട്ടുള്ള ബന്ധമാണ് ചിലരെ ദൈവം കൊണ്ടുപോയി അടുപ്പിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഫിലോമോൻ വിശ്വാസി ആയെങ്കിലും നഷ്ടപ്പെട്ടതിനെ ദൈവം തിരികെ എന്ത് ചെയ്തു? കൊടുത്തു. ഹല്ലേലൂയ. പക്ഷെ ഈ ഫിലോമോന് പൗലോസ് ഒരു കാര്യം അപേക്ഷിക്കുന്നുണ്ട്. ഈ സ്നേഹം നിമിത്തം നമുക്ക് വായിക്കാമല്ലോ. എന്താണ് അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നെന്ന്? അതേ സ്തോത്രം. അത് നമുക്ക് വായിക്കാം. 8ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 8ാമത്തെ വാക്യം 8 മുതൽ വേഗത്തിൽ വായിക്കണേ. നിന്നോട് കൽപ്പിക്കുവാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തു യേശുവിന്റെ ബന്ധനമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്ര ചെയ്യുന്നത്. സ്നേഹം നിമിത്തം എന്ത് ചെയ്യാ? അപേക്ഷിക്കത്ര ചെയ്ത. പിന്നെ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച
ജനിപ്പിച്ചവനായ എന്റെ മകനായ നിന്നോട് അപേക്ഷിക്കുന്നത്. നീ വരും. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ നീ വായിച്ചാട്ടെ. നീ അതിന്റെ 20ാമത്തെ വാക്യം വായിച്ചു. ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. മുന്നോട്ട് പോകുന്നുണ്ട്. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. എന്താ? ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്കുക. ക്രിസ്തുവിൽ നീ എന്റെ ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. എന്തിനാ? എന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. എന്താ ക്രിസ്തുവിൽ നീ എന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ പറയുന്നത്? അതിന്റെ 19ാമത്തെ വാക്യം വായിച്ചാട്ടെ. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. എന്താ തന്നു തീർക്കാന്ന് പറയുന്നത്? അതിന്റെ 18ാമത്തെ വാക്യം. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ എന്ത് ചെയ്യണം? ഞാനത് എന്ത് ചെയ്യാന്ന? നമ്മൾ ചിലരുടെ ഹൃദയമൊക്കെ തണുപ്പിക്കുവോ? ക്രൈസ്തലോട് ഇവിടെ ആരാന്നറിയോ? ഒനോസിമോസിന് വേണ്ടി പൗലോസ് അത് ഏറ്റെടുക്കുക. അത് തന്നു തീർക്കാം. ഞാനത് തന്നു തീർക്കാം. പക്ഷെ ഒരു കാര്യം, നീ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? തണുപ്പിക്കണം. നീ അവനോട് അതൊന്നും അവകാശപ്പെടരുത്. ഹല്ലേലൂയ. ശരിയല്ലേ പാസ്റ്റേ? ഹൃദയമൊക്കെ തണുപ്പിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടാക്കും. കടപ്പെട്ടിരിക്കുന്നതൊക്കെ പിന്നെ ഹല്ലേലൂയ നമ്മൾ തന്നെ കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. പക്ഷെ ദൈവസ്നേഹത്തിന്റെ ആഴം ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ലെ? അതിന്റെ ഉയരം, അതിന്റെ വീതി, നീളം നാം ഗ്രഹിക്കണം ദൈവമക്കളെ. പ്രൈസലോട് കർത്താവിന്റെ ആ സ്നേഹം അതാണ്. ഹല്ലേലൂയ. ഞാനും നീയും കർത്താവിനോട് കടപ്പെട്ടവരായിരുന്നു. നാം ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയാതെ കടപ്പെട്ടവരായിരുന്നു. പക്ഷെ ആ കടം കർത്താവ് കാൽവരി കൊടുത്തു തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നഷ്ടം സഹിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ള വിഷയം. ശരിയല്ലേ? ഹല്ലേലൂയ. എത്രത്തോളം ഉൾക്കൊള്ളൂ ഇത്? സഹോദരനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. സഹോദരനെ നേടേണ്ടതിന് വേണ്ടിയാ പൗലോസ് ഈ കാര്യം ഓർപ്പിക്കുന്നത്. ഞാനത് തന്നെന്ത് ചെയ്യാം? തീർത്തോണം. ഹല്ലേലൂയ. മനസ്സിലായി? ഫിലോമോൻ അത് ഇളച്ചു കൊടുക്കാൻ പ്രാർത്ഥന. പക്ഷേ പൗലോസ് അതിനുപോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്ന പൗലോസിന്റെ അദ്ദേഹം അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, മേടിച്ചിട്ടില്ല. ചിലതൊക്കെ ആണെങ്കിൽ സഹോദരൻ നീ പുറത്ത് തീർത്തേക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാൻ ആരാ? നിങ്ങളൊരു വലിയ ശാന്തതയൊക്കെ കൊടുത്തു തീർക്കാൻ ഹല്ലേലൂയ നമ്മൾ കാണത്തില്ല. ഉപദേശിക്കാനായിട്ട് നമ്മൾ മൂന്നാമത് വയ്ക്കുന്നതാണ്. ശരിയല്ലേ? ഉണ്ടായാലല്ലേ കൊടുക്കാറുണ്ട്. നീ പോട്ടെ, കൊടുക്കാൻ പറ്റത്തില്ലേലും ഇങ്ങനെ ഒരു കത്തെഴുതരുതോ? ഇന്ന് ലെറ്റർ ഒന്നും ഇല്ലേലും മെയിലിൽ കൂടെ ഒന്ന് മെയില് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ. ശരിയല്ലേ? ഒനോസിമോസിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ഹല്ലേലൂയ കൊടുത്ത് തീർത്തേക്കണേ, അല്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ. അല്ലേ? അത് പോട്ടെ. അല്ലേ? അവന്റെ പേരിൽ അത് എന്ത് ചെയ്യരുത്, കണക്കിടരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ സ്തോത്രം. ആഹാ, അങ്ങനെ നീ എന്റെ ഹൃദയത്തെ എന്ത് ചെയ്യണം? അത് ഞാൻ ഓർക്കുമായിരുന്നു, ആ ഒനോസിമോസിനെ കുറിച്ചുള്ള ഒരു ചൂട്, പൗലോസിന്റെ അകത്ത് കിടക്കുന്ന ചൂട്. ഹല്ലേലൂയ. അല്ലേ? നമ്മുടെ സഹോദരന്മാരെ കുറിച്ചൊക്കെ നമ്മുടെ അകത്ത് എത്ര ചൂടുണ്ട്? ഉണ്ട്. എന്തിനാണെന്നറിയോ? ഞാൻ പറയാതെ അറിയാമില്ല. ഏത് രീതിയിലുള്ള ചൂടാ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ചൂട് തട്ടിയാലും ഹല്ലേലൂയ അവന് ഗുണം വരുന്നതേ ചൂടാകാം. ഗുണം വരുന്ന കാര്യത്തിനായിരിക്കണം കേട്ടോ സഹോദരന്മാരെ കുറിച്ച്. അല്ലാത്ത കാര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാന്നറിയാമോ? കൊരിന്ത്യ ലേഖനം എടുക്കുമോ? അതേ സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതേ സ്തോത്രം അതിനകത്ത് ഓർപ്പിക്കുന്ന കാര്യമുണ്ട്.
അതിന്റെ 6:5 മുതൽ വായിച്ചു. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? നിങ്ങളുടെ ഇടയിലില്ലയോ? അല്ല. അല്ല. സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. അത് അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ പോരായ്മയാണ്, പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം എന്തോ സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? പിന്നെ നഷ്ടം ഏറ്റുകൊള്ളാഞ്ഞത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. പിന്നെ അതും സഹോദരന്മാർക്ക് തന്നെ. പിന്നെ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മൾ ചില അന്യായം കാണുമ്പോൾ, ന്യായമില്ലാത്ത കാണുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മളുടെ ഇടയിൽ അത് നിമിത്തം ഒരു വിഷയം ഉണ്ടാകരുത്, വ്യവഹാരം ഉണ്ടാകരുത്, പുറത്തുള്ളവരെ വിളിക്കരുത്. നിങ്ങൾ അതിന് മേളിലുണ്ട്. അത് നമ്മൾ ദൂതന്മാരെ പോലും വിധിക്കുമല്ലോ. നിങ്ങൾ എന്തിനാ സഭയുടെ ഒരു വിഷയം എടുത്ത് പുറത്തു കൊണ്ടുപോകുന്നത്? പുറത്തുള്ളവരെ വിളിച്ചത് കാര്യം തീർക്കാൻ പോകുന്നത് എന്താ? അകത്തു തന്നെ പ്രശ്നം തീർക്കാമല്ലോ. അല്ലെങ്കിൽ അത് കേവലം ഇപ്പൊ അറിയാമല്ലോ, ഇന്ന് പല വ്യവഹാരങ്ങളും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പുറത്തായിരുന്നു കളിക്കുന്നത്. ശരിയല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നാണക്കേടാ. അന്യായം സഹിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ? നമ്മൾ വിചാരിക്കും നിയമമൊക്കെ ഉണ്ട്, പൗലോസ് കൈസറെ അഭയം ചൊല്ലിയെന്ന്. ഏത് കാര്യത്തിനാണ്? എന്നെ മോട്ടിച്ചിട്ടാണ്? അല്ല, പൗലോസ് കൈസറെ അഭയം ചൊല്ലിയത് സുവിശേഷ നിമിത്തം ആണോ? സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. അതുകൊണ്ടാ താൻ റോമിലും സാക്ഷിയാകേണ്ടതുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ചിലത് സഹിച്ച് പറ്റൂ. ഹല്ലേലൂയ. നാം പുറത്ത് ഉള്ളവരുമായിട്ട് അത് വ്യവഹരിക്കാൻ എന്ത് ചെയ്യരുത്? പോകരുത്. സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, അത്ര ഗൗരവമാണ് ദൈവസഭ എന്നുള്ളത് പറഞ്ഞു പോകുന്നത്. പുറത്ത് ഈ അന്യായം കൊണ്ടൊന്നും എന്ത് ചെയ്യരുത്? വേർക്കരുത്. അല്ലെങ്കിൽ അകത്തില്ലേ പൈസനോട്. ഹല്ലേലൂയ. അത് സഹിക്കാനാണ് ദൈവാത്മാവ് നമുക്ക് വചനം തരുന്നത്. അന്യായം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല? പക്ഷെ നമ്മളൊന്ന് സഹിച്ചാൽ, ക്ഷമിച്ചാൽ അത്രേ അവനെ ഇളച്ചു കിട്ടത്തില്ലേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കുകയല്ല. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരാൾ 20,000 രൂപ കടപ്പെട്ടിരിക്കട്ടെ, അദ്ദേഹത്തിന് അത് വീട്ടുവാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ നമ്മളത് തരാൻ വേണ്ടി നിർബന്ധത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് അത് തരാൻ കഴിയാത്ത ആളാണെങ്കിൽ, നമ്മൾ നിർബന്ധത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അവനത് ക്ഷമിച്ചും കിട്ടിയിട്ടില്ല, നമ്മളൊട്ട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. കർത്താവ് അവന്റെ മേൽ കണക്കിടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹോദര, അത് ഇളച്ചു തന്നിരിക്കുന്നു, അവൻ രക്ഷപ്പെടത്തില്ലേ? എന്ന് വെച്ചാൽ അവന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും. കർത്താവിനോട് ക്ഷമിക്കും, പക്ഷെ മനഃപൂർവ്വം അവൻ തരാതിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ പോകും. നല്ല അതിന്റെ അർത്ഥം. ഹൃദയപൂർവ്വം തരാതിരിക്കുകയാണെങ്കിൽ അവൻ ദൈവസേനയിൽ കടക്കാരനാണ്. ആ കാര്യത്തിന് അതേ സ്തോത്രം, അവൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുക. ആ മുതൽ തിരിച്ചെന്ത് ചെയ്യണം? കൊടുക്കണം. പഴയ നിയമത്തിലെ വ്യവസ്ഥകളൊക്കെ മേടിക്കും. നമുക്കറിയാം, ആരുടെയെങ്കിലും ഒക്കെ മുതലുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം? തിരികെ കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൈവശം അത് എന്ത് ചെയ്യരുത്? വെച്ചോണ്ടിരിക്കരുത്. മറന്നുപോയി കയ്യിലിരിക്കുന്നവരല്ല അറിഞ്ഞുകൊണ്ട് കൈ വെക്കുന്നത്. ഏതൊരു വസ്തുവാണേലും ഹല്ലേലൂയ തിരികെ കൊടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. ഹല്ലേലൂയ. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പോലെ, അടുത്ത കർത്തൃമേശയ്ക്ക് വരുന്നതിന് മുമ്പേ ആ സ്റ്റീൽ തവി തിരിച്ചു കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ഭാഷയിന്ന് പാത്രമോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് ഭക്ഷണം കൊണ്ട് തന്ന പാത്രങ്ങളുടെ ബഹളം അവിടെ ഉണ്ട്. അത് ഞാൻ ആ ഷെൽഫ് വെച്ചിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല ആരുടെ അത്. അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്, എന്റെ കൈ കിട്ടിയിട്ടുള്ള പാത്രമെല്ലാം. ഹല്ലേലൂയ. ചലോട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം തിരികെ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം?
തിരികെ കൊടുക്കണം, പ്രാർത്ഥിക്കണം, സ്വാഭാവികമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശം വന്നേക്കാൻ മറന്നു പോകുന്നത് സ്വാഭാവികം അല്ലേ? പക്ഷെ ഓർമ്മ വരുമ്പോ തിരികെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണം, ഇന്ന പോലെ എൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പൊ നഷ്ടപ്പെട്ട് പോയി. അത് പറയുന്നത് തന്നെ കുഴപ്പം. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ സ്തോത്രം. അതേ ദൈവസന്നിധിയിൽ കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. പണ്ട് വല്ല തൂമ്പ മേടിച്ചതോ കോടാരി മേടിച്ചതോ വെട്ടുകത്തി മേടിച്ചതോ, ഹല്ലേലൂയ, എങ്ങനെ പലത് കാണും. പാട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ട് കയ്യിലോട്ട് ഇരിപ്പുണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറക്കാതെ മനഃപൂർവ്വം വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ വായിക്കാമല്ലോ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരാം. വായിക്കാമല്ലോ തെസ്സലോനിക്ക ലേഖനം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനം വായിക്കാം. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം. അതിനകത്ത് പരിശുദ്ധാത്മാവ് എന്താണ് ഓർപ്പിക്കുന്നത്? വായിക്കാം. സെക്കൻഡ് തെസ്സലോനിയൻസ്, തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കുമോ പ്ലീസ്? സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസവും ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യ സ്നേഹം എന്ത് ചെയ്യണം? പെരുകി വരികയാൽ പിന്നെ ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുക. നിങ്ങൾ അവിടെ അതിനകത്ത് കേട്ടോ, ആളാം പ്രതി നിങ്ങളിലുള്ള അന്യോന്യമുള്ള സ്നേഹം എങ്ങനെ വരുന്നു? ഇൻക്രീസ് ചെയ്തു വരുന്നു. അപ്പൊ നമ്മിലുള്ള അന്യോന്യമുള്ള സ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. തമ്മിൽ അന്യോന്യം. എന്താ ഈ സ്നേഹം വർദ്ധിക്കാതെ? എങ്ങനെ അറിയുന്നത്? അന്യോന്യം സ്നേഹിക്കുക, ആ സ്നേഹം വർദ്ധിച്ചു വരിക. എന്താ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? സ്തോത്രം. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മിൽ കാണുവാനിടയാകും. ഏത് ലക്ഷണമാ? വചന അടിസ്ഥാനത്തിൽ നാം അത് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് അന്യോന്യം സ്നേഹം വർദ്ധിച്ചു വരണം, ഇൻക്രീസ് ചെയ്യണമെന്നാ പൗലോസ് പറയുന്നത് അല്ലേ? നിങ്ങളിപ്പോ ഒരു സമൂഹമായിട്ടിരിക്കുക, ഒരു കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ നിങ്ങളിലുള്ള തമ്മിലുള്ള സ്നേഹത്തിന് എന്തോ ഉണ്ടാകണം? ഒരു വർധനവുണ്ടാകണം. ആ വാക്യം തെളിയിക്കാം. എഫേസ്യ ലേഖനം അടുത്ത 4-ാം അധ്യായത്തിന്റെ 16. അതിനുശേഷം ചില കാര്യം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും. കണ്ടോ? ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതത് വ്യാപാരം, ഓരോ അംഗത്തിനും, ഓരോ അവയവങ്ങൾക്കും, ഓരോ മെമ്പേഴ്സിനും പിന്നെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി. എന്തിനുള്ള വർധനവിനാ? സ്നേഹത്തിലുള്ള വർധനവ്. ഹല്ലേലൂയ. നമ്മളുടെ ഇടയിൽ എന്ത് വർദ്ധിക്കണം? സ്നേഹം വർദ്ധിക്കണം. അതെ, എങ്ങനെയാണെന്നറിയോ? യുക്തമായി ചേർന്നു ഏകീഭവിച്ചു. അപ്പൊ നാം ഒന്നൊന്നോട് ചേർന്ന് തന്നെ വരണം. തമ്മിൽ നമുക്ക് പിന്നെയും ഒരു കൂട്ടായ്മ വർദ്ധിക്കണം. മനസ്സിലായല്ലോ? കർത്താവ് വരുന്ന നാൾ സമീപിക്കുന്നെന്ന് കാണും തോറും അകന്നതെന്നല്ല പോകേണ്ടത്. ഇതെങ്ങനെയാണെന്നറിയോ? ചേർന്ന് വരണം. തമ്മിൽ ദൈവസ്നേഹത്തിൽ ചേർന്നും ഏകീഭവിച്ചും വരണം. അവിടെ ഒരു വർധനവ് നമുക്കുണ്ടാകണം. ആ സ്നേഹത്തിന്റെ വർധനവ്. ഹല്ലേലൂയ. ആ വർധനവിന്റെ ലക്ഷണങ്ങളൊക്കെ വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ദൈവസ്നേഹം നമ്മിൽ ഉണ്ടെങ്കിൽ വായിക്കാം. 1 ശമൂവേൽ അതിന്റെ 18-ാം അധ്യായത്തിൽ 1-2 വാക്യം വായിച്ചാണ്. 1 ശമൂവേൽ 18-ന്റെ 1-2 വാക്യം വേഗത്തിൽ വായിക്കണേ. 1 ശമൂവേൽ 18-ന്റെ 1. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് എന്ത് ചെയ്തു? പറ്റിച്ചേർന്നു. പിന്നെ യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. സ്വന്തം പ്രാണനെ പോലെ എന്തുവാ? സ്നേഹിച്ചു. അപ്പൊ നമ്മളും സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാണെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്. ഞാൻ ഓർത്തായിരുന്നു, അത്രയൊന്നും സ്നേഹം എനിക്ക് വന്നിട്ടില്ല. നിങ്ങളിൽ കാണുമായിരിക്കാം. സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതിൽ അധികം എന്തുവാ? യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് വെച്ചു തന്നു? പ്രാണനെ പോലെ ആര് സ്നേഹിച്ചെന്നാ?
നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പൻ അതേ സ്തോത്രം ശൗല് ദാവീദിന് ആരാ? എതിരാ. പക്ഷെ യോനാഥാന്റെ മനസ്സ് എന്തുവായിരുന്നു? ദാവീദിനോട് പറ്റിച്ചേർന്നു. നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? നമ്മിൽ ഒരാൾ ചിലപ്പോൾ വൈരിയായിരിക്കാം നമ്മൾ കണ്ടുമുട്ടിയവര്. അവര് വൈരിയാണേലും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈവൻ അപ്പനാണെന്ന് പറഞ്ഞാലും അപ്പന്റെ വൈരി ആയതുകൊണ്ട് എനിക്കും ശത്രുവാണെന്ന് പറയുമോ? ദൈവമക്കളെ? ഹല്ലേലൂയ. എന്റെ ഭാര്യയ്ക്ക് അവര് ശത്രുവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശത്രുത്വം വെക്കുമോ? ഹല്ലേലൂയ, നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗല് ശത്രുവായിരുന്നു ദാവീദിന്. പക്ഷെ മകൻ യോനാഥാന് ശൗലിനോട് ദാവീദ് സംസാരിച്ചു തീർന്നപ്പോൾ അവന്റെ ഹൃദയം അവനോട് എന്ത് ചെയ്തെന്നോ? പറ്റിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ പ്ലീസ്. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. മനസ്സ് എന്തായി? ഒന്നായി. അപ്പൊ ദൈവമക്കളുടെ മനസ്സ് ഹൃദയം തമ്മിൽ പറ്റിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഏകമായിരിക്കും. ഏക മനസ്സുള്ളവരായി. ഹല്ലേലൂയ. വായിക്കാം ഫിലിപ്പിയ ലേഖനം 2:1 മുതൽ. ഏക മനസ്സുള്ളവരായി ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനുഷ്യരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി. കണ്ടോ? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട് കണ്ടോ? ഏക സ്നേഹം ഉള്ളിടത്ത് ഏക മനസ്സുണ്ടായിരിക്കും. ഏക മനസ്സുള്ളിടത്ത് എന്തോ ഉണ്ട്? വായിച്ച് ഏക സ്നേഹം പൂണ്ട്, ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട് കണ്ടോ? ഏക ഭാവമുള്ളവരായി. സന്തോഷം. അപ്പൊ ഈ ഭാവം ഏതാ? അതാ സ്നേഹത്തിന്റെ ഒരു ലക്ഷണം. ഏക ഭാവം. ആ ആറ്റിറ്റ്യൂഡ് ഏതാ? താഴോട്ട് വായിക്കൂ പ്രവീണ. ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട്. ശാഠ്യത്തോടെ ദുരഭിമാനത്തോടെ ഒരു കാര്യം എന്ത് ചെയ്യരുത്. സ്തോത്രം. മനസ്സിലായല്ലോ? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ വിഷയത്തില് നാം ശാഠ്യം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്തോ ശാഠ്യം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? പരിപാടി നടക്കുമോ? ഒന്നും നടക്കത്തില്ല. നമ്മുടെ അവയവങ്ങൾ ശാഠ്യം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? പാടില്ല ശാഠ്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഹല്ലേലൂയ ഒന്നും ചെയ്യാതെ പിന്നെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എന്ത് ചെയ്യണം? നമ്മള് ശ്രേഷ്ഠനെന്ന് എണ്ണുക. കർത്താവിലുള്ള ഒരു മനോഭാവം മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ശ്രേഷ്ഠനായി കാണുക. നാം ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാല് ദാസന്മാരോട് പറഞ്ഞുകൊണ്ട് യജമാനന്മാർക്കൊക്കെ എന്ത് ചെയ്തോളും? ഈ ലോകപ്രകാരം നോക്കുമ്പോൾ പലർക്കും അതിന്റെ സ്ഥാനവും ഒക്കെ ഉണ്ട്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അവർക്ക് അല്ലേ? അതിനെ അംഗീകരിച്ചേ പറ്റൂ. ആർക്കാണ്? യജമാന് കൊടുക്കേണ്ട സ്ഥാനം യജമാന്, ദാസന് കൊടുക്കേണ്ടത് ദാസന്. അത് ആ പൊസിഷൻ, ആ വിഷയത്തിൽ നമ്മൾ കൊടുത്ത് പറ്റൂ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നുണ്ട് ദാസന്മാർ യജമാനന്മാരെ ഉപദ്രവിക്കരുത്, അവർ വിശ്വാസികളാന്ന് പറഞ്ഞുകൊണ്ട്. യജമാനന്മാര് ദാസന്മാരെ പീഡിപ്പിക്കരുത്, സ്വർഗത്തിൽ ഒരു ഉന്നത യജമാനൻ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നാം പൊസിഷൻ, അത് അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം മാനം ഒക്കെ എന്ത് ചെയ്തേ പറ്റൂ? കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. അംഗീകരിച്ചേ പറ്റൂ. ഞാനിപ്പോ സൂപ്രണ്ട്, ഞാന് ലോക്കൽ സഭയിലെ പാസ്റ്റർ, അസംബ്ലി സംഘത്തിന്റെ സ്ഥാനത്ത് ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല അല്ലേ? ഈ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് ആര് വന്നാലും ദൈവീയ അധികാരത്തിന് ഞാൻ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. വചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. മാനം കാണിക്കേണ്ടവർക്ക്. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് ഏത് തുറകളിൽ നിങ്ങൾ ജോലി ചെയ്താലും അവർക്ക് വെച്ചിരിക്കുന്ന അധികാരം ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ആ അധികാരത്തിന് കീഴ്പ്പെട്ടേ പറ്റൂ. ഏതാ വ്യവസ്ഥ? വചനത്തിന് അടിസ്ഥാനം. ഹല്ലേലൂയ.
മനസ്സിലായി? വ്യവസ്ഥയില്ലാത്ത കാര്യത്തിൽ നമ്മൾ തലവണങ്ങണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന് കൂട്ടു നിൽക്കണമെന്നുള്ളതല്ല. നമ്മളോട് ബന്ധപ്പെട്ട ചെയ്യേണ്ട ന്യായമായ കാര്യത്തിന് അവർക്ക് കീഴ്പ്പെട്ടിരുന്നേ പറ്റൂ. ഹല്ലേലൂയ. അവരെ നമ്മൾ അംഗീകരിച്ച് പറ്റൂ. മാതാപിതാക്കളെ മക്കൾ എന്ത് ചെയ്തേ പറ്റൂ? ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കുന്നതേ പറ്റൂ. ഹല്ലേലൂയ. അത് നാം പരസ്പരം ചെയ്യണം. ഹല്ലേലൂയ. അത് അന്യോന്യം സ്നേഹിക്കണമെന്ന കർത്താവിന്റെ വചനമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. നാം റെസ്പെക്ട് ചെയ്ത് പറ്റും. പക്ഷെ വേറൊരു കാര്യം, മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആത്മീയ കാര്യത്തിൽ നമ്മൾ പുറമേ നോക്കി ഒരുത്തനെ ശ്രേഷ്ഠനെന്ന് കാണരുത്. പുറമേ നോക്കുന്നത് വേറൊരാൾക്ക് ഇല്ലെങ്കിലും അവനെ നമ്മൾ എന്തായിട്ട് കാണണം? ശ്രേഷ്ഠനായി കാണണം. ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം ആ കാര്യം. അല്ല, ഞാൻ അച്ചായന് വണ്ടിയുണ്ട് വള്ളമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ചായന് മാത്രം ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റും വണ്ടി വള്ളവും ഇല്ലാത്തവന് എന്തുവാ അത് ദൈവസ്നേഹമൊന്നുമല്ല. കാര്യം പിടി കിട്ടിയോ? എല്ലാരും ക്രിസ്തുവിൽ ഒന്നെന്ന് മനസ്സിലാക്കി കൈ കൊടുക്കണം. ക്രിസ്തുവിൽ ആരാ ഒന്ന്. ചില അച്ചായന്മാർക്കും കൊച്ചമ്മയ്ക്കും മാത്രമാണ് ചില ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. നമ്മളെല്ലാരെയും ഒന്നായിട്ട് കാണണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട് ഈ വെളിച്ചം സഭയ്ക്കകത്ത് വരുമ്പോ കണ്ടില്ലേ? എങ്ങനെ എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞു, ഒരിക്കൽ നല്ല ആളുകളുള്ള ഒരു ചർച്ചിൽ പോയിരുന്നു. ചർച്ചിൽ പോയി ഇങ്ങനെ ഇരിക്കും ആരാധന കഴിഞ്ഞപ്പോഴും യാതൊരു മൈൻഡില്ല ആരും. ഒരു ദിവസം അനൗൺസ് ചെയ്തു, ഇന്ന നമ്പറുള്ള വണ്ടി അവിടെ നിന്ന് മാറണം. അപ്പൊ ഈ സഹോദരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വണ്ടി മാറ്റിയിടാൻ പോയി. അന്നത്തെ സഭായോഗത്തിന് അടുത്തിരുന്ന പുള്ളി പിന്നെ കൈ കൊടുത്തു. വണ്ടിയുള്ളൂ. ഞാനിത് സഭായോഗത്തിന് പ്രസംഗിക്കേണ്ട വിഷയം. കാരണം എനിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സമയങ്ങളൊക്കെ നീ കിട്ടത്തുള്ളൂ. അത് പറഞ്ഞ് ഉള്ളത് എനിക്കറിയാം. ആരെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ അത് റെക്കോർഡ് ചെയ്താൽ നല്ല 10 പേരെ കേൾപ്പിക്കാൻ. ഇപ്പൊ കാര്യം പിടിയിട്ടു അകത്ത് വരുന്നവരെല്ലാം കാണണം. വെളിച്ചം കാണണം. സൗണ്ട് ഇല്ലാത്ത അകത്ത് വരുന്നവരെന്ത് കാണണം? നമ്മുടെ സ്നേഹം. അതിന് ഏറ്റക്കുറിച്ചിൽ എന്ത് ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെയൊക്കെ ആ സ്റ്റാൻഡേർഡ് വെച്ച് കർത്താവ് ഇങ്ങോട്ട് വന്ന് കർത്താവിന്റെ സ്റ്റാൻഡേർഡിലായിരുന്നെങ്കിൽ എന്റെ നിന്റെ വീടിന്റെ അയൽവക്കത്ത് വരുവാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് പൊളിക്കാൻ വേണ്ടി കൂടാ കർത്താവ് ദരിദ്രനായിട്ട്. അല്ലെ നമ്മളൊക്കെ ഇച്ചിരി പൊങ്ങിയാലേ വേഷത്തിൽ പോയി കിടന്നത്. സ്ഥലം കിട്ടിയൊന്നുമില്ല. കിട്ടാതെ വന്നപ്പോ എവിടാ കിട്ടിയത്? അതിൽ കൂടുതൽ താഴ്ചയൊന്നും ആർക്കും ഇല്ല. ഉണ്ടോ? ഇല്ല. താഴാവുന്നതിന്റെ എവിടെയെങ്കിലും ചരിത്രം ചിലപ്പോ നമുക്ക് അറിയാനൊക്കത്തില്ല. ജനിച്ച കുഞ്ഞിനെ കൊണ്ട് പശുത്തൊട്ടി കൊണ്ട് കിടത്തിയ ചരിത്രം എവിടെ ഉണ്ട്? അതിനപ്പുറത്താരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ മക്കൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവർ എഴുതിയിട്ട് വേദനിക്കുന്ന അനുഭവം പലപ്പോഴും പലതും കാണുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് ചിലതൊക്കെ ഇടിക്കാം, പൊളിക്കാം. ഹല്ലേലൂയ. കാരണം എന്ത്? ഈ സ്നേഹം കാണിക്കുവാൻ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഞാനും ആഗ്രഹിക്കുന്ന കർത്താവേ, എന്നിൽ ഈ മൂടുപടം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റണേ. ഞാൻ ആദർശനോട് തിരുവല്ലാക്കാരനാന്നുള്ള സ്പെഷ്യൽ കൺസെഷൻ എടുത്ത് അല്ലേ ഒരു പ്രത്യേക സ്നേഹമൊക്കെ തന്ന തമ്പുരാനോട് ചോദിക്കത്തില്ല വെച്ചേ. അതുകൊണ്ട് മീറ്റിംഗ് ഒന്നും മുടക്കരുത്. ശരിയല്ല ബിനു? പറഞ്ഞേ.
അതുകൊണ്ട് നമ്മൾ ചിലത് ഉടയേണ്ടതുണ്ട്. ശരിയല്ലേ ഡേവിഡ്? ഉടയണം. അതിന് ചില വേദനയൊക്കെ സഹിച്ചേ പറ്റും. അതിന് പൗലോസ് പറയാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ. എന്താ ആ ഭാവം എന്നറിയാമോ? താഴോട്ട് വായിച്ച് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വായിച്ചു നിർത്താം. സമയം. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അസനമുള്ളവനായി തീർന്നു. അതെന്നാ കാര്യം അറിയോ? അതിനാ മേളിൽ പറഞ്ഞ വേറൊരു കാര്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. കർത്താവ് ഇവിടെ വന്നത് ആരുടെ ഗുണം നോക്കാനാ? ഭയങ്കരം അല്ലേ? ഞാൻ ഇതിനകത്ത് പെർഫെക്റ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ആകാനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടും, ആഗ്രഹിക്കുന്നു. സ്വന്തം ഗുണമല്ല, കർത്താവ് ആരുടെ ഗുണം നോക്കാനാ വന്നത്? അതാ അതിനകത്ത് പൗലോസ് അർത്ഥമാണ്. മറ്റുള്ളവരുടെ, കാരണം അതിനകത്തൊരു ദൈവദാസൻ, അതേ സ്തോത്രം, ഹല്ലേലൂയ, പൗലോസിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അവസാനം താനൂടെ രോഗിയായിട്ട് വന്ന അവസ്ഥകളൊക്കെ അതിനകത്ത് വായിക്കുന്നുണ്ട്. ആ ഫിലിപ്പിലേഖനം പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയും. യേശുക്രിസ്തുവിലുള്ള ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. നമ്മുടെ ഗുണമല്ല, മറ്റുള്ളവരുടെ. ഞാൻ ചുരുക്കി പറഞ്ഞ സ്തോത്ര ദൈവമക്കളെ, സഭയാം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ചേർന്ന് വരത്തക്കതായുള്ള ഗുണമേ നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. അപ്പൊ നമ്മൾ അവരുടെ ഗുണം നോക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ വെടിയായിട്ട് വരും, ചിലതൊക്കെ താഴേണ്ട എന്ത് ചെയ്യും? കാരണം അവരുടെ ഗുണം നോക്കാൻ വേണ്ടി. അത് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ഗുണം നോക്കണം എന്ന് പറഞ്ഞാൽ യേശു സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചതാ ദൈവസഭ. ആരെങ്കിലും ദൈവശബ്ദം മുന്നോട്ട് കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയവനാണേലും വലിയവനാണേലും മുതൽ മുടക്കിയത് കർത്താവാണ്. ആ ഒരു ട്രഷറാണ്, ദൈവത്തിന്റെ സമ്പത്ത്. ദൈവമക്കളെ, നാം ചേർന്ന് അത് കാത്തുകൊള്ളണം. നാം നിമിത്തം ഒരു നഷ്ടം എന്ത് ചെയ്യരുത്, വരരുത്. കർത്താവ് വരാറായി. കണ്ണുകളെ എല്ലാവരും അവരവരെ തന്നെ സമർപ്പിച്ച